ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ രാവിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. രാവിലത്തെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങി. ചോറൊക്കെ തീയലിട്ടെന്ന് എപ്പോഴും പറയുന്ന അരിയൊക്കെ തീയലിട്ടു. കുഞ്ഞാപ്പി ടി വി കാണുവാണ് കേട്ടോ. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഫാനിൻ്റെ സൗണ്ട് കേൾക്കാമായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ബെഡൊക്കെ കുടഞ്ഞ് വിരിച്ചിട്ടുണ്ട്. അവൾ ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പാണ്ട കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ കണ്ടുകൊണ്ടങ്ങ് ഇരുന്നോളൂ. ഒരു കുഴപ്പമില്ല, അവളെ കൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മറ്റു പഠിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ഈ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ ബാക്ക് വശം ഇച്ചിരി കയറിയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് നെയ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു. ഇനിയിപ്പോൾ അത് നമുക്ക് ചവിട്ടി തൂക്കാനെങ്ങാനും ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നും കൂടിയാണ് ലാസ്റ്റ് ഞാൻ ഈ ഡ്രസ്സ് ഇടത്തുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ ബാക്ക് വശം കയറിയിരിക്കുകയാണ് കേട്ടോ. കയറിയിരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ പുറകുവശത്തും കൂടെ അടിക്കാൻ പോയതുകൊണ്ടാണ് കേട്ടോ ക്യാമറ കുറച്ച് ഭാഗത്ത് എൻ്റെ ഇത് കാണാതിരിക്കുന്നത്. ഭയങ്കര പുല്ലാണ് കേട്ടോ. ഇവിടുത്തെ പുല്ലാണ് കഴിഞ്ഞ ദിവസം പറിച്ചത്. അപ്പോൾ സൈഡിലൊക്കെ ഭയങ്കര ചപ്പുണ്ട്. ഞാനതെല്ലാം ഒരു ചെറിയ മഹാഗണിയുടെ ചോട്ടിലോട്ട് കൂട്ടി വെക്കുവാണ് കേട്ടോ. കാരണം കത്തിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഇവിടെ മഴയായതുകൊണ്ട് കത്തിക്കാനൊന്നും വൈകുന്നേരം കത്തിക്കാനൊന്നും രാവിലെ പിന്നെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല ഇവിടെയും കൊണ്ട്. എനിക്ക് പേടിയാണ് പാമ്പുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം കത്തിക്കാമെന്ന് വിചാരിച്ചാൽ വൈകുന്നേരം മഴയാണ്. അപ്പോൾ അങ്ങനെ കത്തിക്കാൻ കുറേ വിട്ടുപോയിട്ടുണ്ട് ചപ്പുകളൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടി വെക്കും. പക്ഷെ അങ്ങനെ കൂട്ടി വെക്കരുത്. എന്നാൽ കൂട്ടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ പാമ്പുകൾക്ക് കയറിയിരിക്കാൻ നല്ല സുഖമാണ്. അയ്യോ, പാമ്പെന്ന് കേൾക്കുന്നത് പേടിയാണ് കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ചുറ്റും നോക്കിക്കൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ ലോകത്ത് ഏറ്റവും പേടിയുള്ളൊരു സാധനം എനിക്ക് പാമ്പാണ്. അപ്പം അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് തുണിയൊക്കെ കുറച്ച് വിരിക്കാനുണ്ട്. പുല്ല് പറിച്ച് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ചൂലുകൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പുല്ല് വളരത്തില്ലെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, പുല്ല് വളരും. എനിക്കത് അനുഭവമുണ്ട്. കാരണം ഞാൻ എപ്പോഴും അടിച്ച് വരുന്നതാണ് ഇവിടെ. മിക്ക വീടുകളിലും ഞാൻ മുറ്റം ഫ്രണ്ടും ബാക്കും എല്ലാം അടിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പുല്ലിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു. ഒരു മഴ വരുമ്പോഴത്തേനും തന്നെ പുല്ല് മൊത്തത്തിൽ കിളുക്കും. ഞാൻ പിന്നെ നമ്മുടെ തണ്ണിമത്തനകത്ത് വല്ലതും ഉണ്ടായോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഒന്നും ഉണ്ടായിട്ടില്ല, പോലും ഇട്ടിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു മിറ്റോടിയൊക്കെ. പിന്നെയും ഞാൻ സൈഡിലൊക്കെ 2-3 ചപ്പ് ഞാൻ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണത് വീണ്ടും ഞാൻ അടിച്ച് കളഞ്ഞു. അപ്പോൾ മിറ്റോടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി പോവാണ്. പിന്നെ എന്ത് കറി വെക്കുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്യാരറ്റ് തോരൻ രാവിലെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ തക്കാളി എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ നമുക്ക് തേങ്ങ ഇച്ചിരി കുറവാണ്. അപ്പോഴത്തേനും എന്നാൽ ചക്കക്കുരു കറി വെക്കാമെന്ന് ഓർത്തു. ചക്കക്കുരു കറി വെക്കാൻ നോക്കിയപ്പോൾ എണ്ണയൊക്കെ തീരാറായിട്ടിരിക്കും. അത് മെഴുക്കൂട്ട് വെക്കാമെന്ന് ഓർത്തപ്പോൾ എണ്ണയൊക്കെ തീരാറായിരിക്കും. മാസാവസാനമാണല്ലോ. മാസാവസാനം ആകുമ്പോൾ കറികളൊക്കെ ഒരുമാതിരി തട്ടിക്കൂട്ട് കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിറകില്ലാത്തതുകൊണ്ട് ചിരട്ടയാണ് കേട്ടോ ഞാൻ അടുപ്പിലിട്ടേക്കുന്നത്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ചോറ് ഞാൻ ഒരുവിധം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കറി എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുവാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കക്കുരു എനിക്കിഷ്ടമാണ് കേട്ടോ. എങ്ങനെ വെക്കുന്നത് എനിക്കിഷ്ടമാണ്. ചാറ് വെക്കുന്നത് ഇഷ്ടമാണ്, തോരൻ വെക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ ചീരയൊക്കെ ഇട്ട് വെക്കുകയില്ലേ, അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. ചീര കഴിഞ്ഞ ദിവസം ചീരയൊക്കെ ഇട്ട് പച്ചച്ചീരയൊക്കെ ഇട്ട് ഞാൻ തോരൻ വെച്ചായിരുന്നു. വേലിച്ചീര ഇട്ട് ചക്കക്കുരുവിൻ്റെ കൂടെ വെക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് പോയത് എന്നാന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ ഡോർ അടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി ഡോർ അടിച്ചതാണ്. കാരണം കൊച്ചു ഹാളിൽ ഇരിപ്പുണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ചിലപ്പോൾ അകത്തിങ്ങനെ ഇരുന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹാളിനകത്തോടെ എന്തെങ്കിലും കയറി വന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതുതന്നെയല്ല, റോഡ് സൈഡ് ആയതുകൊണ്ട് ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോഴത്തെ ആൾക്കാർ ഏതൊക്കെ ടൈപ്പ് ആൾക്കാരൊന്നും നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് പെൺകൊച്ചായതുകൊണ്ട് നമ്മളെല്ലാവരും പിള്ളേരെ നന്നായിട്ട് കെയർ ചെയ്യുക, നോക്കുക, അവരെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ പാമ്പൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ വൃത്തിയാക്കി ഇടുക, വീടും പരിസരവും എല്ലാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ കറിയൊക്കെ വെച്ചു. നമ്മുടെ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം മോരും കൂടെ ചിലപ്പോൾ മേടിക്കുമായിരിക്കും. അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാനുള്ള ഡ്രസ്സ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബക്കറ്റിനകത്താണ് കേട്ടോ ഞാൻ എൻ്റെ കുളിക്കാനുള്ള ഡ്രസ്സ് വെക്കുന്നത്. പിന്നെ ഷെൽഫിലൊക്കെ അല്ലാണ്ട് വെക്കും. വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. ചോറൂണ് വരെ കഴിഞ്ഞു 12:30 ആയപ്പോഴത്തേനും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. ആദ്യമായിട്ടൊന്നും ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് ഡയറക്റ്റ് കുടിക്കുകയില്ലായിരുന്നു.
ഇപ്പം ഞാനത് ശീലിച്ചു. അതുമാതിരി ചൂടല്ലേ.